മാനവരാശിയോട് ഏറ്റവും കൂടുതൽ ക്രൂരത പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് നേതാക്കന്മാരും ഈ ലോകത്തുണ്ട് അല്ലെ. ഹിറ്റ്ലർ അതിലുള്ള ഒരാളാണ്, ഈദി അമീൻ അതിലുള്ള ഒരാളാണ്, അതേപോലെ തന്നെ മുസോളിനി അതിലുള്ള ഒരാളാണ്. അതേപോലെ ഒരാളല്ലെങ്കിൽ കൂടെ ഒരു രാജ്യം ഹ്യൂമാനിറ്റിക്കെതിരെ വാളെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇസ്രായേലിന്റെ സ്ഥാപനം മുതൽ ഇന്നേ വരെ, അതായത് ഈ ദിവസം വരെ ഇസ്രായേൽ എത്രത്തോളം മനുഷ്യരെയാണ് കുരുതി കൊടുത്തേക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു ഇസ്രായേലിന്റെ ചുറ്റുമുള്ള ഇട്ടാവട്ടത്ത് കിടക്കുന്ന ഗസയിലാണെന്നുണ്ടെങ്കിലും വെസ്റ്റ് ബാങ്കിലാണെന്നുണ്ടെങ്കിലും ലെബനോനിലാണെന്നുണ്ടെങ്കിലൊക്കെ എത്ര കുട്ടികളെയും എത്ര സ്ത്രീകളെയാണ് ഇസ്രായേൽ കൊന്നത് എന്നുള്ളതും നമുക്കറിയാം അല്ലെ. അപ്പോ അങ്ങനെയുള്ള ഒരു രാജ്യത്തു നിന്നുള്ള പൗരന്മാര് വേറെ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരെന്തൊക്കെയായിരിക്കും അഭിമുഖീകരിക്കേണ്ടി വരിക? ഇവരെങ്ങനെയായിരിക്കും ലോകത്തെ ആളുകൾ വെൽക്കം ചെയ്യുന്നത്? വളരെ ഊഷ്മളമായിട്ടുള്ള രീതിയിലുള്ള വരവേൽപ്പായിരിക്കോ ഇവർക്ക് കൊടുക്കുക? ഇവർക്ക് ഇസ്രായേലിന് പുറത്ത് അഭിമുഖീകരിക്കേണ്ടി വരേണ്ടത് അല്ലെങ്കിൽ വരുന്നത് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിലേക്കാണെന്ന് തോന്നുന്നു ഈ പറയുന്ന ഇസ്രായേലിലുള്ള ഒരു കപ്പിള് യാത്ര പോയതാണ്. അപ്പൊ അവിടെയുള്ള ബ്രിട്ടീഷുകാര് ഇവർ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓടിച്ചിട്ട് വിടുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊരു മനുഷ്യരും ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്നുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം, എന്തൊക്കെയാണ് അതിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത്. ചോദിക്കുന്നത് ഒരു പെണ്ണും ഒരു ചെക്കനും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ചോപ്സ്റ്റിക് ഒക്കെ വെച്ചിട്ട് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തിരിക്കുന്ന ബ്രിട്ടീഷുകാർ ചോദിക്കുന്നുണ്ട്, നിന്റെ കയ്യിലുള്ളത് എന്താ, പലസ്തീന്റെ ടാറ്റു ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് അതേ എന്നാണ് അപ്പൊ പറയുന്നേ. അപ്പൊ ചോദിക്കുന്നത് നിങ്ങൾ പലസ്തീൻ എന്നാണോ ചോദിക്കുന്നത്? അപ്പൊ അവരൊന്നും പറയുന്നില്ല. അപ്പൊ ഇറ്റ്സ് ഡിഫിക്കൽട്ട് എന്നാ ചോദിക്കുന്നത്. അതായത് നിങ്ങൾ പലസ്തീൻ ആണോ എന്നുള്ളത് ചോദിക്കുമ്പോ അതിന് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൽട്ട് എന്നുള്ളതാണ്. അതായത് അതിന് ഉത്തരം പറയാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് വേറെ കുറെ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കാന്ന് വിചാരിക്കേ. അപ്പോ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ നിന്നാണ്, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? അത് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നാണോ നമ്മൾ പറയാ? അല്ല, നമ്മൾ എന്താ പറയാ, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, അത് ഞാനൊരു ഭാരതീയനാണ് അല്ലെ. മലയാളികളാണെന്നുണ്ടെങ്കിൽ ഫ്രം കേരള, ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ. നമ്മളത് ഭയങ്കര അഭിമാനത്തോടു കൂടെ നമ്മളത് പറയാം. ഇവിടെ ഇവരോട് ചോദിക്കുന്ന സമയത്ത് ഇവരെന്താ പറയുന്നത്? ഇറ്റ്സ് ഡിഫിക്കൽട്ട് എന്നാ പറയുന്നത്. അവർക്ക് തന്നെ അവർ ഇസ്രായേലിനാണെന്ന് പറയാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ബാക്കിയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ടാറ്റു കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഫലസ്തീൻ എന്നാണെന്നാ പറയുന്നേ. എന്നിട്ട് പിന്നെ ചോദിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ അറബി സംസാരിക്കുന്നോ ചോദിക്കുന്നുണ്ട്. അതായത് ചോദിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇവരൊന്നും ഫലസ്തീനിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല എന്നുള്ളത്. പിന്നെ എന്തിനാ ഫലസ്തീൻ ടാറ്റു ഇവരുടെ കയ്യിൽ കുത്തിയേക്കുന്നതെന്നുള്ളൊരു സംശയമുണ്ട് കേട്ടോ. അപ്പൊ ഇവരൊന്നും മറുപടി പറയുന്നില്ല. അപ്പൊ ചോദിക്കുകയാണ് നിങ്ങൾ അറബി സംസാരിക്കുമെന്ന് ചോദിക്കും. അപ്പൊ അറബി സംസാരിക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഉത്തരം ഇല്ല, ഹീബ്രു ആണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അപ്പൊ പറയും, ഓ അപ്പൊ നിങ്ങൾ ഇസ്രായേലാണല്ലേ, ഓക്കെ, റൈറ്റ്. അതായത് അവർ പറയുന്നത് റൈറ്റ് എന്നാ പറയുന്നത്. നമ്മൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലാണല്ലേ, ആ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അവിടെ അതിങ്ങനെ തളച്ചു വരുന്നത് നമുക്ക് കാണാം കേട്ടോ ഈ വീഡിയോക്കകത്ത്. ഇത് പറയുന്നത് എന്താണ്? ഫേക്ക് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്നാ പറയുന്നത്. നിങ്ങൾ ഇസ്രായേലി ആണെന്ന് ചോദിക്കുമ്പോ റൈറ്റ്, എന്നിട്ട് പറയുന്നത് ഫേക്ക് സ്റ്റേറ്റ് ഇസ്രായേൽ എന്നാ പറയുന്നത്. ഇസ്രായേൽ doesn't exist. Were you part of the IDF? Were you part of it? You killed innocent civilians? എന്നിട്ട് പിന്നെ ചോദിക്കുന്നത് എന്താണെന്നറിയോ? അപ്പൊ മനസ്സിലായി ഇവര്
ഇസ്രായേലിൽ നിന്നുള്ള ആൾക്കാരാണെന്നുള്ളത് മനസ്സിലായി. എന്നിട്ട് പറയുന്നത് ഇസ്രായേൽ ഫേക്ക് സ്റ്റേറ്റ് ആണ്, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം നിലനിൽക്കുന്നില്ല, അതൊരു ഫേക്ക് സ്റ്റേറ്റ് ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് അടുത്ത ചോദിക്കുന്നത് നിങ്ങൾ IDFന്റെ പാർട്ടായിരുന്നോ എന്നുള്ളതാണ്. അത് മാത്രമല്ല ചോദിക്കുന്നത്, നിങ്ങൾ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അടുത്ത ചോദ്യം വരുന്നത് അല്ലാതെ നിങ്ങൾ സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മളോട് ചോദിക്കുന്ന പോലെയൊന്നും അല്ല. നിങ്ങളുടെ പാരന്റ്സ് ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുന്ന പോലെയല്ല, നമ്മളോട് അത് ചോദിക്കില്ല, അത് ഉറപ്പാ. അതുപോലെയൊന്നും അല്ല ചോദിക്കുന്നത്. നിങ്ങൾ IDFന്റെ പാർട്ടാണോ, നിങ്ങൾ ആൾക്കാരെ കൊന്നിട്ടുണ്ടോ, ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. Did you kill innocent women and children എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇന്നസെന്റ് ആയിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഇവർക്കുണ്ടല്ലോ, ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സമാധാനമായിട്ട് ഒരു വെക്കേഷനെ പോയിട്ട് അവിടെ ഇരുന്ന് മര്യാദക്ക് ഫുഡ് കഴിക്കാനും പറ്റുന്നില്ല, കപ്പിളായിട്ട് അവിടെ ഇരിക്കാനും പറ്റുന്നില്ല. ആകെ അസ്വസ്ഥരാണ്. നിങ്ങൾ ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികളെ കൊന്നിട്ടുണ്ടോ, നിങ്ങൾ കൊലപാതകികളാണ്, നിങ്ങൾ മർഡേഴ്സ് ആണോ, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല, വാ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് പറയുന്നുണ്ട് ഐ ഡോണ്ട് കെയർ, ഞങ്ങൾക്ക് അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, നിങ്ങൾ കൊലപാതകികളാണോ എന്നുള്ളതാ ചോദിക്കുന്നത്. You are monsters എന്ന് പറയുന്നത്. You can refuse to be in the IDF. You can refuse it. അപ്പൊ അവർ പറയുന്നുണ്ട് ഞങ്ങൾ IDFന്റെ പാർട്ടായിരുന്നു, ഞങ്ങൾ അതിന്റെ പാർട്ടാണെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മർഡേഴ്സ് ആണെന്നുള്ളതാണ് അവർ പറയുന്നത്, നിങ്ങൾ കൊലപാതകികളാണെന്നുള്ളതാണ് പറയുന്നത്. You can't refuse it. അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലഞ്ച് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് സമാധാനമായിട്ടിരുന്ന് കഴിക്കണം, ഞങ്ങൾ വിടുന്നുള്ള ചോദിക്കുന്നത്. അപ്പൊ ഇവർ പറയുന്നുണ്ട് വെൽ വി വാണ്ട് ടു സേവ് ഹ്യൂമാനിറ്റി എന്നാ പറയുന്നത്, ഞങ്ങൾക്ക് മനുഷ്യത്വം കാത്തു സൂക്ഷിക്കണം എന്നാ പറയുന്നത്. മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരോടാണ് പറയുന്നത് ഇത്. Because we're just goyim, aren't we? We're just goyim. We're just worthless animals. Shameful. Boom, boom, Tel Aviv. This is what you get for all your evil deeds. Yeah, it is ridiculous. Killing children is ridiculous. Killing children is ridiculous. Do you oppose genocide? Do you oppose it? Say you oppose it. Say you're against Netanyahu. Say you're against Netanyahu. What about Ben Gvir? No, don't you dare tell us to shut the fuck up. Don't you dare. Don't you dare. You are ashamed. You are monsters. You're a monsters. You're savages. You're monsters. Yeah. Shameful. അവസാനം ഇരുന്ന് ഗതി കെട്ടിട്ട് അവരവിടുന്ന് എണീറ്റ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര പേര് ഇങ്ങനത്തെ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും? ഒരു രാഷ്ട്രീയ തീരുമാനം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഇട്ടാവട്ടത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ, ആ ഒരു ഇട്ടാവട്ടത്തിന് പുറത്തോട്ട് ഇവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലോക മനസ്സാക്ഷിയിൽ നിന്ന്, ലോക മനുഷ്യരെടുത്തു നിന്ന് ഇവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കത്തില്ലേ? ഇസ്രായേലിൽ നിന്നിട്ട് ഇവർക്ക് കളിക്കാം, എന്ത് കളിയും കളിക്കാം, എത്ര പേരെ വേണമെങ്കിലും കൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ മനുഷ്യർക്ക് വൺസ് അതിൻ്റെ പുറത്തോട്ട് ട്രാവൽ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവസ്ഥ ഇതാ. ഒരു വെക്കേഷന് സമാധാനമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. നമുക്ക് ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവും, പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ത്യക്കാരടിച്ചിട്ട് ആരും തല്ലാനൊന്നും വരുന്നില്ല. പിന്നെ ഈ പറയുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന രീതിയിൽ അവിടുത്തെ ആൾക്കാർക്ക് തൊഴിലില്ലാത്തതും നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് ഓവർ ടൈം വർക്കൊക്കെ ചെയ്ത് കുറച്ച് കാശ് ഉണ്ടാക്കുന്നത് കണ്ണുകടി കൊണ്ട് കുറെ ആൾക്കാർ ഇന്ത്യക്കാരെ ആക്രമിക്കുന്ന രീതിയിലുള്ള കുറെ പരിപാടികളൊക്കെ നമ്മൾ കാണുന്നുണ്ടെന്നല്ലാതെ നമുക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം എവിടെയില്ല. പക്ഷെ ഈ മനുഷ്യർ നോക്കിയേ, അത്രയും ആ രാജ്യത്ത് അവര് പ്രിവിലേജ് ആയിട്ട് നിൽക്കുന്ന മനുഷ്യരെ ലോക മനുഷ്യരെങ്ങനെ കാണുന്നു എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും കുറച്ച് കറേജിയസ് ആയിട്ടുള്ള യൂറോപ്യൻസ് ആണ് ഈ ഒരു ചോദ്യം ഇവരോട് ചോദിച്ചെന്നുള്ളതാണ്.
ഇത് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം. ഇങ്ങനത്തെ വീഡിയോസ് നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഈ രീതിയിൽ ആൾക്കാർ ഇവരുമായിട്ട് കോൺഫറൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവർക്ക് ഒരു കാര്യം ഈ ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ മനുഷ്യത്തുള്ള ആൾക്കാർക്ക് ചോദിക്കാനുള്ളത് ഒരേ കാര്യങ്ങളാണ്. നിങ്ങൾ എത്ര ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികളെ കൊന്നു, നിങ്ങൾ എത്ര സ്ത്രീകളെ കൊന്നു, അതേപോലെ തന്നെ നിങ്ങൾ എത്ര ജനസോയിഡിൽ നിങ്ങൾ പങ്കെടുത്തു എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവരോട് ചോദിക്കാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ലോക മനസാക്ഷിയെ കീറി മുറിച്ചിട്ടുള്ള ഇവന്മാര് ലോകത്തിന് ആ ഇട്ടാവട്ടത്തിന് പുറത്തോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ രീതിയിലുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ് പറയാനുള്ളത്.